ഹലോ. അപ്പോൾ അടൽ സേതു ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജനുവരി 12-നാണ് പ്രധാനമന്ത്രി അടൽ സേതു ഉദ്ഘാടനം ചെയ്തത്. അടൽ സേതുവിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് വെച്ചാൽ അടൽ ബിഹാരി വാജ്പേയി സെവ്രി നൌഷേവ അടൽ സേതു എന്നാണ്. ഇത് 1973-ൽ നമ്മൾ ചിന്തിച്ച പ്രൊജക്റ്റാണ്. 83-ൽ അതിൻ്റെ പ്ലാൻ അപ്രൂവ് ആയി. 40 വർഷങ്ങൾക്കിപ്പുറം, 4 ദശകങ്ങൾക്കിപ്പുറം 2024-ൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതായത് 73-ൽ നമ്മൾ ചിന്തിച്ചു, അതിനുശേഷം അരനൂറ്റാണ്ടെടുത്തു ആ പ്രൊജക്റ്റ് ഒന്ന് മെറ്റീരിയലൈസ് ആവാൻ, അതൊന്ന് നടപ്പിലാവാൻ. ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ഇന്ത്യയുടെ പ്രൊജക്റ്റുകളുടെയും പ്ലാനുകളുടെയും പദ്ധതികളുടെയും വേഗത എന്താണെന്ന്. പലപ്പോഴും പ്രൊജക്റ്റുകൾ നമ്മൾ ചിന്തിച്ച് അത് നടപ്പിലാക്കി വരുമ്പോഴേക്കും അതിൻ്റെ അപ്പുറമുള്ള ആവശ്യകത ഉണ്ടായിട്ടുണ്ടാവും, അതിൻ്റെ അപ്പുറമുള്ള റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ടാവും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് പലപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യം അങ്ങനെയാണ്. 100 വണ്ടികൾ ഓടുന്ന റോഡിൽ നമുക്ക് 200 വണ്ടികളുടെ ആവശ്യം വരാം എന്ന് ചിന്തിച്ച് നമ്മൾ ഇപ്പോൾ റോഡിൻ്റെ പ്ലാൻ ചെയ്യും. പക്ഷേ അത് നടപ്പിലാക്കി വരുമ്പോഴേക്കും 400-500 വണ്ടികൾ ഓടുന്ന രീതിയിലുള്ള റോഡുകളായിരിക്കും ആവശ്യം. അപ്പോഴേക്കും ഈ പ്രൊജക്റ്റിൻ്റെ വാല്യൂ ഇല്ലാതാവുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്. പക്ഷേ ഈ പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ ഇത് 2014 ജൂലൈയിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. 1 ദശാബ്ദം എടുത്തു കൺസ്ട്രക്ഷൻ തീരാൻ. അപ്പോൾ 2014 ജൂലൈയിൽ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിന് കൂടുതൽ ആവശ്യം വരാമെന്ന് ചിന്തിച്ച് പ്രൊജക്റ്റിൽ പ്ലാനിൽ മോഡിഫിക്കേഷൻ വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റിന് ബജറ്റ് 4 ഇരട്ടി 5 ഇരട്ടി കൂടി. 17,480 കോടി രൂപയാണ്, അതായത് അറൗണ്ട് 18,000 കോടി രൂപയാണ് ഈ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന ടെക്നിക്കൽ പേരിൽ അറിയപ്പെടുന്ന പ്രൊജക്റ്റിന് വേണ്ടി നമുക്ക് ചെലവായത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഈ അടൽ സേതു എന്നത് മുംബൈയും നവി മുംബൈയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഇതിന് 21.8 കിലോമീറ്ററാണ് ദൂരം. അതിൽ 16.5 കിലോമീറ്റർ സമുദ്രത്തിന് മുകളിലൂടെയാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ മുംബൈയിലെ സെവ്രിക്കും റായ്ഗഡ് ഡിസ്ട്രിക്റ്റിലെ നൌഷേവയ്ക്കും ഇടയ്ക്കാണ് ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് 10 രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. 10 രാജ്യങ്ങളിൽ നമ്മൾ പല ടെക്നിക്കലും നോൺ ടെക്നിക്കലുമായിട്ടുള്ള സപ്പോർട്ടുകൾ സ്വീകരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ജപ്പാനിൽ നിന്നുള്ള സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഉദ്ഘാടന വേളയിലും ജപ്പാന്റെ കാര്യം എടുത്തു പറഞ്ഞു. ഷിൻസോ ആബെയ്ക്ക് നന്ദി പ്രകടിപ്പിച്ചു. അപ്പോൾ ഈ പ്രൊജക്റ്റോടുകൂടി, ഈ ബ്രിഡ്ജ് നിലവിൽ വന്നതോടുകൂടി മുംബൈക്കും നവി മുംബൈക്കും ഇടയ്ക്കുള്ള യാത്രാ സമയം 2 മണിക്കൂറിൽ നിന്ന് 22 മിനിറ്റ് ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം ലാഭിക്കുമ്പോൾ അതോടൊപ്പം ഉണ്ടാകുന്ന ഫ്യൂവലിൻ്റെ എക്സ്പെൻസിലുണ്ടാകുന്ന ലാഭം കൂടി നിങ്ങൾ ചിന്തിക്കുക. സമയലാഭം, ഇന്ധന ലാഭം. ആ ഇന്ധന ലാഭത്തിലൂടെ ആൾക്കാർക്കും സേവിങ്സ് ഉണ്ടാകുന്നു, ഇന്ത്യക്കും ഒരു ചെറിയതാണെങ്കിലും സേവിങ്സ് ഉണ്ടാവുകയാണ്. അതോടൊപ്പം വാഹനങ്ങൾക്കുണ്ടാകുന്ന തേയ്മാനം കുറയുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിന് കൊടുക്കേണ്ട ടോൾ കാറുകൾക്ക് 250 രൂപയാണ്, റിട്ടേൺ ട്രിപ്പ് ആണെങ്കിൽ 375 രൂപയാണ്. അപ്പോൾ ഈ ടോൾ ഒരു വലിയ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന ലാഭം, സാമ്പത്തികമായ ലാഭം നോക്കുമ്പോൾ ടോൾ വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പരിസ്ഥിതിവാദികൾ ഈ ബ്രിഡ്ജിനെ എതിർത്തിരുന്നു. അതിന് പ്രധാനമായും കാരണം പറഞ്ഞിരുന്നത് ദേശാടനത്തിന് വരുന്ന ഫ്ലമിംഗോസിനെ ഇത് അഫക്റ്റ് ചെയ്യും, അവരെ ബാധിക്കും. അതുകൊണ്ട് ഫ്ലമിംഗോസിൻ്റെ എണ്ണം കുറയും. അതുകൊണ്ട് ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഒഴിവാക്കണം എന്നായിരുന്നു പരിസ്ഥിതിവാദികളുടെ വാദം. എന്നാൽ ഈ ഫ്ലമിംഗോസിനെ ബാധിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് മുൻവർഷത്തേക്കാൾ കൂടുതൽ ഫ്ലാമിംഗോസ് ദേശാടനത്തിന് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബ്രിഡ്ജ് കടന്നു പോകുന്നത് 3 തരത്തിലുള്ള പ്രതലത്തിലൂടെയാണ്. ഒന്ന് കര, പിന്നൊന്ന് കടൽ, പിന്നൊന്ന് ചെളി പ്രദേശത്തൂടെയും കടന്നു പോകുന്നുണ്ട്. ഈ ചെളി പ്രദേശത്തിലേക്കാണ് ഈ ഫ്ലമിംഗോസ് ദേശാടനത്തിന് വരുന്നത്. അതുപോലെ ഇത് ചില തന്ത്രപ്രധാന മേഖലകളെയും പാസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ വിസിനിറ്റിയിലൂടെയാണ് ഈ പ്രൊജക്റ്റ് കടന്നു പോകുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ത്രെറ്റിന്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ടെററിസ്റ്റ് അറ്റാക്കോ തീവ്രവാദി ആക്രമണമോ മറ്റോ ഉണ്ടാകാം എന്നൊരു ചോദ്യം വന്നിരുന്നു. അതുകൊണ്ട് ആ ഏരിയയിലെല്ലാം വിസിബിലിറ്റി ബാരിയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പരിസ്ഥിതിവാദികളുടെ മറ്റൊരു കൺസേൺ ആയിരുന്നു
ഈ മറൈൻ എൻവയോൺമെന്റിനെ, അതായത് കടൽ ജീവികളെയും ഇതിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെ ശബ്ദ മലിനീകരണം അവയെ ബാധിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ബ്രിഡ്ജിൽ സൗണ്ട് ബാരിയേഴ്സ്, ട്രാൻസ്പെറൻറ്റ് സൗണ്ട് ബാരിയേഴ്സും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രത്യേകതകളുള്ള ഒരു ബ്രിഡ്ജാണിത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സീസ്മിക് വൈബ്രേഷനെ ചെറുക്കാൻ, അതായത് എർത്ത് ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ പറ്റുന്ന രീതിയിൽ, അത് ബാധിക്കാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മുംബൈ പോർട്ടിനെയും ജവഹർലാൽ നെഹ്റു പോർട്ടിനെയും കണക്ട് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട് ഈ ബ്രിഡ്ജ്. അതുകൊണ്ട് തന്നെ ഈ 2 പോർട്ടിലേക്കും ഉള്ള കണ്ടെയ്നർ ഗതാഗതം ഈ ബ്രിഡ്ജിലൂടെ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവഴി ഗവൺമെന്റിന് നല്ലൊരു ലാഭവും കിട്ടും. അതോടൊപ്പം ഈ കണ്ടെയ്നേഴ്സിന് ഫ്യൂവൽ എക്സ്പെൻസ് കുറയും, യാത്രാ സമയം കുറയും. അപ്പോൾ അത് മാത്രമല്ല, ഈ പോർട്ടുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി കൂടുകയാണ് ഈ ബ്രിഡ്ജ് വരുന്നതോടുകൂടി. അതോടൊപ്പം സൗത്ത് ഇന്ത്യയിലേക്കും ഗോവയിലേക്കും ഒക്കെ ഉള്ള ട്രാവലിംഗ് ടൈം കൂടെ കുറയുന്നുണ്ട്. അങ്ങനെ കുറേയേറെ പ്രത്യേകതകളുള്ള ഒരു ബ്രിഡ്ജാണിത്. 12,000 കോടി ചിലവാക്കി 10 വർഷം കൊണ്ട് നമ്മൾ പണിത ഈ ബ്രിഡ്ജ് 100 വർഷമെങ്കിലും സസ്റ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ 100 വർഷമെങ്കിലും എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100 വർഷമാണ് ഇതിൻ്റെ ലൈഫ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ കാലം ഇത് നിലനിൽക്കുമെന്നാണ് ഇതിന് MMRDAയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത്. എന്തായാലും ഇത്തരം വലിയ വലിയ പ്രൊജക്റ്റുകളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൺസെപ്റ്റ്സും നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യം വികസനത്തിന് മറ്റൊരു പാതയിലേക്ക് തിരിയുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പ്രത്യാശിക്കുന്നത്. താങ്ക് യു.